മൃഗദ്രോഹികളുണ്ട്. പക്ഷി ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കേണ്ടവരാണ് മനുഷ്യർ. എല്ലാം കോംപ്ലിമെൻ്ററിയാണ്. ഇപ്പോൾ പട്ടി മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മൃഗമാണ്. അപ്പോൾ അതിനെ തല്ലിയാൽ പോലും അത് പിടിച്ച് കടിക്കാറില്ല നിവൃത്തിയുള്ളിടത്തോളം. അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളോട് കാരുണ്യത്തിന് പകരം അതിനെ വേദനിപ്പിച്ച് പിന്നെ അതിന് സന്തോഷം അനുഭവിക്കുന്ന ചില വ്യക്തികളുണ്ട്. പട്ടിയെ തല്ലണതിന് ഒരു ക്രമവുമില്ല, പിന്നെ പശുവിനെ തല്ലണതിന് ഒരു ക്രമവുമില്ല. അത് അക്രമമായിരിക്കും ചിലപ്പോൾ ചെയ്യണത്. എന്തു വെച്ചാൽ തല്ലണേന്നും മറ്റൊന്നുമില്ല, അവരില്ല, അതിന് മിണ്ടാൻ പറ്റത്തില്ലല്ലോ. പട്ടിക്കാണെങ്കിൽ കരയെങ്കിലും ചെയ്യാം. മൃഗങ്ങളൊക്കെ വലിയ ഈ പറയുന്ന പോത്ത്, പശുവൊക്കെ അത് വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാറില്ല. നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് അത് കരയണത്. അപ്പം ഇങ്ങനെയുള്ള മൃഗങ്ങളോട് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ കാണിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുങ്ങളും ജീവിക്കുന്നവരാണ്, ജീവികൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന. അത് ശാന്തമായിട്ട് അതിനെ സ്നേഹിക്കാനും അതിന് ഭക്ഷണം കൊടുക്കാനും അതൊക്കെ കൊടുക്കുന്നതിലൊരു പ്രത്യേക സന്തോഷമുണ്ട്. പട്ടി അത് വാലാട്ട് നക്കും, പശുവാണെങ്കിലും അത് നക്കും. ഇങ്ങനെയൊക്കെയുള്ള സ്നേഹമുണ്ട്. ഇപ്പോൾ കോഴിയും താറാവും ആണെങ്കിൽ തന്നെയും അതിനാ ഭക്ഷണം കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ആർത്തിരമ്പി വരുന്ന കാഴ്ച തന്നെ ഒരു വലിയ തലമാണ്. അതിന് കിട്ടിയില്ലെങ്കിൽ അത് കാലയിൽ വന്ന് പതുക്കെ കൂത്തും. അപ്പോൾ ഇങ്ങനെയുള്ള ജീവജാലങ്ങൾ അത് മനുഷ്യനെ മനസ്സിലാക്കാനും സാധിക്കും. മനുഷ്യന് എവിടെയുണ്ടോ, ഒരു ചെടുത്തി കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ പശു കിഴക്കോട്ട് നോക്കിയിരിപ്പുണ്ടാവും. കാരണം ചെടുത്തി വലുതും കൊടുക്കണമെങ്കിൽ ചെടുത്തി വരണം. അപ്പോൾ ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. പക്ഷിമൃഗങ്ങളെ ദ്രോഹിക്കാതെ സ്നേഹിക്കാനുള്ള കൃപാവരം നൽകണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഈ പൈശാചിക ബന്ധനത്തിൽ ഞങ്ങളെ മോചനം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.